प्यारे दोस्तों, आज दूसरी इकाई का पहला पाठ है। पाठ का नाम है अयम कलाम के बहाने। ये मिहिर पांडे का एक फिल्मी लैग है, जिसमें लैग ने अपनी स्कूली जीवन की कुछ घटनाओं का वर्णन किया है। इसका आधार नील माधव पांडा की अयम कलाम नामक सिनेमा है। एक बार मिहिर पांडे ने नील माधव पांडा की अयम कलाम नामक सिनेमा देखते ही उस सिनेमा का नायक छोटू या कलाम और रणविजय, ये दोनों अपने जीवन के स्कूली समय उस समय अपना प्यारा दोस्त मोरपाल और मिहिर, ये दोनों की कहानी है ना। लेखक मिहिर के मन में ऐसी शंका होती है। इसके आधार पर लिखी गई एक फिल्मी लैग है अयम कलाम के बहाने। നമ്മൾ ഈ ഒരു ഫിൽമി ലേഖനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സിനിമ ലേഖനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു ലേഖനം മിഹിർ എഴുതാൻ തുനിയുന്നത് എപ്പോഴോ നല്ല എഴുത്തുകാരനായ മിഹിർ നീൽ മാധവ് പാണ്ഡെയുടെ അയാം കലാം എന്ന് പറയുന്ന സിനിമ കാണുകയാണ്. ആ സിനിമ കണ്ടപ്പോൾ സിനിമയിലെ നായകന്മാരായിട്ടുള്ള ചോട്ടു അല്ലെങ്കിൽ കലാം എന്ന് പറയുന്ന കഥാപാത്രവും അതേപോലെ ആ ചോട്ടുവിൻ്റെ സുഹൃത്തായി മാറുന്ന രണവിജയ്, ഈ രണ്ട് കഥാപാത്രങ്ങൾക്ക് തങ്ങളുടെ അല്ലെങ്കിൽ തൻ്റെ ബാല്യകാല സ്കൂൾ കാലഘട്ടത്തിലെ സുഹൃത്തായിരുന്ന മോർപാലുമായി താരതമ്യമില്ലേ? അതായത് തൻ്റെയും മോർപാലിൻ്റെയും ജീവിതം വരച്ചു വെച്ച പോലെ മിഹിറിന് അയാം കലാം എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ ആ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളെ തോന്നുകയായിരുന്നു. തുടർന്നാണ് മിഹിർ ഇപ്രകാരം ഒരു സിനിമ ലേഖനത്തിന് തുനിയുന്നത്, അയം കലാം കെ ബഹാനെ എന്ന പേര്. അപ്പോൾ നമ്മൾ തീർത്തും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, അയാം കലാം എന്ന് പറയുന്ന നീൽ മാധവ് പാണ്ഡെയുടെ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ഒന്ന് ചോട്ടു അല്ലെങ്കിൽ കലാം, അതായത് ചോട്ടു തന്നെ അവൻ്റെ പേര് കലാം എന്ന് മാറ്റുന്നുണ്ട്. അത് നമ്മൾ പാഠഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവും. ഒപ്പം അവൻ്റെ സുഹൃത്തായിട്ടുള്ള ഏറെ ധനികനായിട്ടുള്ള രണവിജയ്. ഇതിന് സമാനമായിട്ട് തൻ്റെ ജീവിതത്തിൽ, ബാല്യകാല ജീവിതത്തിൽ, ആ സ്കൂൾ കാലഘട്ടത്തിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്ത് മോർപാൽ വളരെ പാവപ്പെട്ടവനായിരുന്നു. ആ പാവപ്പെട്ട മോർപാലൻ ഒപ്പം തന്നെ അവൻ്റെ സുഹൃത്തായിരുന്ന താൻ, അതായത് മിഹിർ, ഞങ്ങളുടെ കഥയല്ലേ എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ഒരു സാമ്യം തോന്നുകയാണ്. അപ്പോൾ നമ്മൾ തീർത്തും മനസ്സിലാക്കുക, ഇവിടെ മിഹിറിൻ്റെ ബാല്യകാല സുഹൃത്തായിട്ടുണ്ടായിരുന്ന മോർപാലിന് സമാനനാണ് അയാം കലാം എന്ന് പറയുന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമായിരിക്കുന്ന ചോട്ടു അല്ലെങ്കിൽ കലാം. രണവിജയ് എന്ന് പറയുന്ന കഥാപാത്രത്തിന് സമാനനായിട്ടാണ് മിഹിർ, നമ്മുടെ എഴുത്തുകാരൻ മിഹിർ പാണ്ഡെ വരുന്നത്.
അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങൾ മീൻസ് ആകെ 4 കഥാപാത്രങ്ങൾ വരുന്നു. 2 ജീവിതത്തിലെ ശരിയായിട്ടുള്ള 2 കഥാപാത്രങ്ങളും മറ്റു 2 കഥാപാത്രങ്ങൾ സിനിമയിലെ 2 കഥാപാത്രങ്ങളും. ഇത് നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കി വെക്കുക. മിഹിർ, റൺവിജയ്, മോർപാൽ, ചോട്ടു യാ കലാം. അങ്ങനെ ഒരു കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ കഥ മീൻസ് ഈ ഫിൽമി ലേഖനം വായിച്ചു പോകുമ്പോൾ വലിയ പ്രയാസം കൂടാതെ നമ്മൾക്ക് കാര്യം മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ ടോട്ടലി കൺफ्യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. ओके, पहले मैं पढ़ूँ. देखिए, आयाम कलाम के बहाने एक फिल्मी लैग है. मिहिर पांडे का एक फिल्मी लैग है. देखिए, गांव के स्कूल में मेरा एक साथी था, मोरपाल. वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछ जाने पर बताया था LOO के लुक. लुक यानी लुक लुक के देखना. नाम का पहला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हमारी बैठने की जगह भी साथ ही थी. वही मोपाल जिसकी मेरे गाने के डिब्बे में राजमा देखते ही भांजें गिर जाती थी. हमारा सौदा था गेलगंडी में गाने की अदला बदली का. यानी मेरे टिफिन के राजमा चावल उसके और उसके घर से आया बड़ा सा छाछ का डिब्बा मेरा. उसे पता था कि छाछ मेरी कमजोरी है, लेकिन मुझे मोरपाल से मिलने से पहले कतई अंदाजा नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज किसी के लिए इतनी गांव हो सकती है. मोरपाल ने मेरे टिफिन बॉक्स में रखे राजमा को गाने से पहले कभी राजमा देखा भी नहीं था. वह हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलाता रोज स्कूल आता. मैं आज तक नहीं जान पाया कि कैसे वो उस चाच के डिब्बे को रोज 15 किलोमीटर बिना जरा भी चलकाए लिए आता था. यहाँ हमारे पहला गंड पूरा हुआ है. देखें उस गंड से क्या क्या बताते हैं हमारे लेखक मिहिर जी. देखिए, അയം കലാം കെ ബഹാനെ. ഇവിടെ ഈ ബഹാനെ എന്നുള്ളതിന് എക്സ്ക്യൂസ് എന്നൊരു അർത്ഥമുണ്ട്. കൂടാതെ കലാമിൻ എന്ന പേരിൽ വ്യാജേന എന്നൊക്കെ അർത്ഥങ്ങൾ നമുക്ക് ഈ കെ ബഹാനെ അല്ലെങ്കിൽ ബഹാനെ എന്നുള്ള പദത്തിന് കിട്ടുന്നുണ്ട്. മീനിങ്സ് എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് തരാം. നമ്മളോട് പറഞ്ഞു വരികയാണ്, ഗാവ് കെ സ്കൂൾ മേ മേരാ ഏക് സാഥി താ. മിഹിറാണ് ഇവിടെ ലേഖകൻ. മിഹിർ തൻ്റെ ബാല്യകാല സ്കൂൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം നമ്മളോട് പറഞ്ഞു വരുന്നു. ശ്രദ്ധിച്ചേ, ഗാവ് കെ സ്കൂൾ മേ മേരാ ഏക് സാഥി താ. ഗ്രാമത്തിലെ സ്കൂളിൽ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, മോർപാൽ. उसका नाम है मोरपाल. मिहिर के दोस्त का नाम क्या है? हाँ, मोरपाल. वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछ जाने पर बताया. ഒരിക്കൽ ആ മോർപാൽ, എൻ്റെ ബാല്യകാല സുഹൃത്തായിട്ടുള്ള മോർപാൽ, ഞങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകനോട് ലുക്ക് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥവും
അതോടൊപ്പം തന്നെ അതിൻ്റെ ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് ചോദിച്ചപ്പോൾ പറഞ്ഞു LOOK ലുക്ക്. ലുക്ക് യാനി ലുക്ക് കെ ദേഖന. LOOK, അതായത് അവൻ സ്പെല്ലിംഗ് പറഞ്ഞതാണ്. ആ സ്പെല്ലിംഗ് പറയുക മാത്രമല്ല, എന്നിട്ട് എന്താ പറഞ്ഞത്? ലുക്ക് पूछा ने पर बताया था LOOK ലുക്ക് യാനി ലുക്ക് കെ ദേഖന. ലുക്കിനെ നല്ല ലുക്കോടെ നോക്കണം എന്നർത്ഥം വരുന്ന രൂപത്തിൽ തമാശ രൂപേണ അവതരിപ്പിച്ചു. नाम का पहला अक्षर मिलने की वजह से क्लास की धरी पट्टी पर हमारी बैठने की जगह भी साथ ही थी. അപ്പോൾ അന്ന് കുട്ടികളെ ക്ലാസ്സിലിരുന്ന ആൽഫബറ്റിക് ഓർഡറിലാണ്. അപ്പം പേരിൻ്റെ ആദ്യാക്ഷരം സമാനമായിരുന്നു. മിഹിർ, മോർപാൽ, 2 എമ്മിലാണ് വരുന്നത്. അങ്ങനെ പേരിൻ്റെ ആദ്യാക്ഷരം തുല്യമായിരുന്നു എന്ന കാരണത്താൽ ക്ലാസ് കി ദരി പട്ടി पर, ക്ലാസ്സിലെ ആ കാപ്പറ്റില് ഹമാരി ബൈഠനെ കി ജഗയും സാത്തി ഹി थी. ഞങ്ങളുടെ ഇരിപ്പിടം അടുത്തടുത്തായിരുന്നു, ഒരുമിച്ചായിരുന്നു. അതായത് मिश्र कहते हैं हमारे क्लास में हमारे बैठने की जगह साथ साथ थी. वही मोपाल जिसकी मेरे गाने के डिब्बे में राजमा देखते ही बांझें गिर जाती थी. वही मोपाल जिसकी मेरे गाने के डिब्बे में राजमा देखते ही बांझें गिर जाती थी. എൻ്റെ ബാല്യകാല സുഹൃത്തായിട്ടുള്ള മോപ്പാലിന് എൻ്റെ ടിഫിൻ ബോക്സിൽ दाल देखते ही, दाल का मतलब है പരിപ്പ്, दाल देखते ही बांझें गिर जाती. എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. എൻ്റെ ടിഫിൻ ബോക്സിൽ ദാല് കാണുന്ന സമയത്ത് വളരെയധികം സന്തോഷിക്കാറുണ്ടായിരുന്നു എൻ്റെ ബാല്യകാല സുഹൃത്തായിട്ടുള്ള മോപ്പാൽ. हमारा सौदा था गेलगंडी में गाने की अदला बदली का. ക്ലാസിന്റെ ഇടവേളകളിൽ, ഒഴിവ് വേളകളിൽ, മീൻസ് ഇന്റർവൽ സമയത്തെല്ലാം തന്നെ ഞങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ഇന്റർവൽ സമയത്ത് ഞങ്ങളുടെ ലഞ്ച് ബോക്സ് പരസ്പരം കൈമാറുക. അതായത് മോർപ്പാൽ കൊണ്ടുവന്ന ലഞ്ച് ബോക്സ് മിഹിറിനും, മിഹിർ കൊണ്ടുവന്നത് മോർപ്പാലിനുമായിട്ട് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാറുണ്ടായിരുന്നു. देखिए हमारा सौदा था गेलगंडी में गाने की अदला बदली का. अदला बदली का मतलब है एक्सचेंज. പരസ്പരം ഞങ്ങൾ കൈമാറാറുണ്ടായിരുന്നു. यानी അതായത് मेरे टिफिन के राजमा चावल उसके, ഞാൻ കൊണ്ടുവന്ന പരിപ്പ് ചോറ് അത് മിഹിറിനും, उसके घर से आया बड़ा सा चाच का डिब्बा, അവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തൈര്, അല്ലെങ്കിൽ ചാച്ച് കാ മത്ലബ് ഹൈ ബട്ടർ മിൽക്ക്, തൈര് നിറച്ചു വെച്ചിരിക്കുന്ന ആ ലഞ്ച് ബോക്സ് അത് എനിക്കും തരുമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കൈമാറ്റം നടത്താറുണ്ടായിരുന്നു. ഉസേ പതാ താ കി ചാച്ച് മേരി കംസോരി ഹൈ. ഉസേ പതാ താ, അവന് നന്നായിട്ട് അറിയാമായിരുന്നു. മീൻസ് മോർപാൽക്കോ അച്ഛി തരേ പതാ താ കി ചാച്ച് മേരി കംസോരി ഹൈ. ഈ തൈര് എന്ന് പറയുന്നത്, ബട്ടർ മിൽക്ക്, എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന്. എന്നുവെച്ചാൽ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സാധനമാണ് തൈര് എന്ന് എൻ്റെ സുഹൃത്തായ മോർപ്പാലിന് അറിയാമായിരുന്നു. उसे पता था कि जांच मेरी कमजोरी है. तो
चाच किसकी कमजोरी है? चाच मिहिर की कमजोरी है। लेकिन मुझे मोरपाल से मिलने से पहले कतई अंदाजा नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज किसी के लिए इतनी घास हो सकती है। നമ്മുടെ ലേഖനം പറയുകയാണ്, മീൻസ് മിഹിർ പറയുന്നു നമ്മളോട്, ലേക്കിൻ മുझे മോർപാൽ से मिलने से पहले, പക്ഷെ എനിക്ക് മോപ്പാലിനെ, എൻ്റെ സുഹൃത്തായിട്ടുള്ള മോപ്പാലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പേ ഒട്ടും അറിയില്ലായിരുന്നു. കഥയി अंदाजा नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज, ദാല് പോലെ വളരെ സാധാരണമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു വസ്തു കിസി കെ ലിയെ മറ്റാർക്കെങ്കിലും ഇതനി ഗാസ് ഹോ സക്തി ഹൈ, ഇത്രയേറെ സ്പെഷ്യലായിട്ടുള്ള കഴിക്കാനേറെ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവാണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു മിഹിർ മോപ്പാലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എന്നാണ് നമ്മളോട് പറയുന്നത്. देखिए एक बार फिर, लेकिन मुझे मोपाल से मिलने से पहले कतई अंदाजा नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज किसी के लिए इतनी घास हो सकती है. मोपाल ने मेरे टिफिन बॉक्स में रखे राजमा को गाने से पहले कभी രാജ്മ देखा भी नहीं था. മാത്രമല്ല മോപ്പാല് എൻ്റെ ടിഫിൻ ബോക്സിൽ നിന്നും, എൻ്റെ ലഞ്ച് ബോക്സിൽ നിന്നും രാജ്മ ഗാനെ സെ പഹലെ, ഈ ദാല് കഴിക്കുന്നതിന് മുമ്പ് കബി രാജ്മ देखा भी नहीं था, ഒരിക്കൽ പോലും ഈ പരിപ്പ് ദാല് കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്ന് വളരെ അതിശയോക്തിയോട് കൂടി തന്നെ മിഹിർ നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്. കാരണം വല്ലാത്തൊരു അവസ്ഥയാണത്. കാരണം മിഹിറിനെ പോലെ ധനികനായിട്ടുള്ള ഒരു ആള് ഈ ദാൽ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു വസ്തുവായിട്ട് കാണുമ്പോൾ ആ വസ്തുവിനെ വളരെ കഴിക്കാനായിട്ട് എന്താ പറയാ, ആർത്തിയോടുകൂടി തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് വല്ലാത്തൊരവസ്ഥയാണ്. ഇത് അപ്പോഴാണ് സത്യത്തിൽ മിഹിർ തിരിച്ചറിയുന്നത്. മാത്രമല്ല മോപ്പാല് തൻ്റെ ലഞ്ച് ബോക്സിൽ നിന്നും ഈ ദാല് കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു വസ്തു കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളത് മിഹിറിനെ സംബന്ധിച്ച് വല്ലാത്ത അത്ഭുതം ഉളവാക്കുന്ന ഒരു കാര്യമായിരുന്നു. ആ കാര്യമാണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलाता रोज स्कूल आता था. ഇനി നമുക്കറിയാം, നമ്മളൊക്കെ ഇന്ന് വീടിന് ഏറ്റവും സമീപത്തുള്ള സ്കൂളുകളിലേക്ക് നടന്നിട്ടോ അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടിയിട്ടോ ഒക്കെ പോകുന്ന കൂട്ടരാണ്. എന്നാൽ ഇവിടെ അന്ന് സ്കൂളിലേക്ക്, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരാനുള്ള പ്രയാസം, അതിനെക്കുറിച്ച് പറയുന്നു. വ ഹമാരെ സ്കൂൾ കെ 15 കിലോമീറ്റർ ദൂർ കെ, സ്കൂളിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള കിസി ഗാവ് സെ സൈക്കിൾ ചലാത്ത, ഏതൊരു ഗ്രാമത്തിൽ നിന്നും സൈക്കിൾ ചവിട്ടിയിട്ടായിരുന്നു റോസ് സ്കൂൾ ആതാ ഥാ, എല്ലാ ദിവസവും സ്കൂളിലേക്ക് വരാറുണ്ടായിരുന്നത്. അപ്പോൾ 15 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഏതൊരു ഗ്രാമത്തിൽ നിന്നും സൈക്കിൾ ചവിട്ടിയിട്ടായിരുന്നു മോപ്പാൽ ദിവസേന സ്കൂളിലേക്ക് എത്താറുണ്ടായിരുന്നത്. मैं आज तक नहीं जान पाया कि कैसे वो उस चाची के डिब्बे को रोज 15 किलोमीटर बिना जरा भी चलकाए लिए आता था. മിഹിർ നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്, എനിക്ക് ഇന്നും അറിയില്ല
മീൻസ് എത്ര കണ്ട് ആലോചിച്ചിട്ട് ഇന്നും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് എങ്ങനെയാണ് ഈ തൈര് നിറച്ച ഡിബ ആ ബോക്സ് 15 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി വരുമ്പോഴും ഒരു തുള്ളി പോലും അതിൽ നിന്ന് തുളുമ്പാതെ മോർപാൽ ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് ഇന്നും അജ്ഞാതമാണ്, അറിയാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് മിഹിർ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നു. ചെൽക്കാന മീൻസ് ടു സ്പിൽ, തുളുമ്പുക എന്നാണ് അർത്ഥം. അപ്പോൾ അല്പം പോലും തൈര് പുറത്തേക്ക് തുളുമ്പാതെ സ്കൂളിൽ 15 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് മോർപാൽ എങ്ങനെയാണ് എത്തിച്ചിരുന്നത് എന്ന് വളരെ അതിശയോക്തി ഉള്ള കാര്യമാണ്, എനിക്ക് ഇന്നും അറിയാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് പറയുന്നു. देखिए मैं आज तक नहीं जान पाया कि कैसे वो उस चाच के डिब्बे को रोज 15 किलोमीटर बिना जरा भी चलकाए लिए आता था. അതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് വരുന്നത്. तो अब लोग ये पहला गंड अच्छी तरह पढ़ना और यहाँ आए नए नए शब्द कौन कौन सा है देखें. ये अयम कलम बहाने के फिल्मी लैग, वो फिल्मी लैग में आए नए नए शब्द कौन कौन सा है और उन शब्दों का अर्थ क्या क्या है. देखिए के बहाने by the name of, ഈ ബഹാന എന്നുള്ളതിന് പല അർത്ഥങ്ങളും എടുക്കാം. എക്സ്ക്യൂസ് എന്നുള്ളൊരു അർത്ഥം അതിനുണ്ട്, എന്നാൽ വ്യാജേന എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിനനുസരിച്ചാണ് എടുക്കേണ്ടത്. ഇവിടെ അയാം കലാം കെ ബഹാനെ എന്ന് പറയുമ്പോൾ കലാം എന്ന വ്യാജേന എന്ന അർത്ഥത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. സാഥി മീൻസ് ഫ്രണ്ട്, മത്ലബ് മീനിങ്, സഹി മീൻസ് കറക്റ്റ് ശരിയായ, ഹിജ സ്പെല്ലിംഗ്, വജ റീസൺ, ദരിപ്പട്ടി കാർപ്പറ്റ്, ജഗ് പ്ലേസ്, ഡിബ എ ബോക്സ്. ഇവിടെ കുട്ടികൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലഞ്ച് ബോക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗാസ് മീൻസ് സ്പെഷ്യൽ, ചലഗ്ന ടു സ്പിൽ തുളുമ്പുക, രാഷ്മ ദാൽ പരിപ്പ്, ബാഞ്ചെങ്കിൽ ജാന മീൻസ് ടു റിജോയ്സ് സന്തോഷിക്കുക ആനന്ദിക്കുക, സൗദ ട്രേഡ് മീൻസ് ബിസിനസ്, അതല ബദലി എക്സ്ചേഞ്ച് यानी that is അതായത് ചാച്ച് മീൻസ് ബട്ടർ മിൽക്ക് തൈര്, കംസോരി വീക്ക്നെസ്, കഥൈ ഹോളി പൂർണ്ണമായും, അന്ദാസ അപ്രോക്സിമേഷൻ അനുമാനം. ഇത്രയാണ് നമുക്ക് ഈ ഒരൊറ്റ പാരഗ്രാഫിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന പദങ്ങൾ. तो वो पाठ भाग अच्छी तरह पढ़ना, 3 या 5 दफा पढ़कर वो अर्थ अच्छी तरह समझना, ये सारे अर्थ अपने नोट किताब में लिखना और पढ़ना. आज का क्लास यहाँ खत्म हो रहा है. धन्यवाद.